അലക്ഷ്യമായി വലിച്ചെറിയുന്ന ശീലം നാം മാറ്റേണ്ടിയിരിക്കുന്നു. നാം മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും വലിച്ചെറിഞ്ഞ് പരിസരം വൃത്തിഹീനമാക്കുന്നില്ലെന്ന ധാരണ നമ്മളോടൊപ്പം വളരുന്നുണ്ട്. മാലിന്യങ്ങൾ ഇല്ലാതിരിക്കാൻ നാം എന്തെങ്കിലും ചെയ്യാറുണ്ടോ? വീട്ടിലെത്തുന്ന പ്ലാസ്റ്റിക് കവറുകളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നത് നാം ശ്രദ്ധിക്കാറുണ്ടോ? അത് നമുക്ക് നിയന്ത്രിക്കാം. തുണിസഞ്ചികൾ എന്നും കയ്യിൽ കരുതുന്നത് ശീലമാക്കാം. മഷി തീർന്ന പ്ലാസ്റ്റിക് പേനയും മിഠായി കടലാസും പഴത്തോലും മുട്ടത്തോടും ഒരേ ചവറ്റുകുട്ടയിലിടുന്ന ശീലമുണ്ട് നമ്മളിൽ കുറേ പേർക്കെങ്കിലും. അത് നാം നിർബന്ധപൂർവ്വം തരംതിരിക്കണം. ജൈവ മാലിന്യം, അജൈവ മാലിന്യം എന്നിവ ശേഖരിക്കാൻ വെവ്വേറെ നിറത്തിലുള്ള പാത്രങ്ങൾ വെക്കണം. വീട്ടിലും സ്കൂളിലും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചത് സ്നേഹത്തോടെ ഹരിത കർമ്മസേനയ്ക്ക് കൈമാറും. ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സൗകര്യം വീട്ടിലും സ്കൂളിലും ഉണ്ടാകും. അത് ഉപയോഗിക്കാനുള്ള അറിവ് നാം കൃത്യമായി നേടിയെടുക്കണം. നമ്മുടെ IT പുസ്തകത്തിലെ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന ഗെയിം കളിക്കുന്നത് ജീവിതത്തിൽ പ്രയോഗിക്കാം. വരിക വരിക കൂട്ടരെ, നമുക്ക് ചേർന്നു നിന്നിടാം, സ്കൂളിൽ ഇന്നുയർത്തിടാം ശുചിത്വ വിദ്യ കാഹളം, വീട്ടിലെ തുടങ്ങിടാം, നാട്ടിലും പകർത്തിടാം വൃത്തിയുള്ള കേരളം, ആരോഗ്യമുള്ള കേരളം. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി നടപ്പിലാക്കി വരുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഹരിതശോഭനം കാണുന്നുണ്ട്, അനുഭവിച്ചറിയുന്നുണ്ട്. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ കൂടി ഒപ്പം ചേർത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി വിവിധ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ നിലവിലുണ്ട്. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന് ജനങ്ങളെ ചിന്തിപ്പിക്കാൻ ഈ പദ്ധതികൾ സഹായിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ ചെറിയ മുറികളിലും മറ്റു വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് മാലിന്യ സംസ്കാരത്തിന് ഇടമില്ല. ഇത്തരക്കാരെ മുന്നിൽ കണ്ടാണ് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ ഹരിത കർമ്മസേനയെ നിയോഗിച്ചിരിക്കുന്നത്. നാം ശുചിത്വം ആരംഭിക്കേണ്ടത്